വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ മടിവാളയിൽ മന്തി കഴിക്കാനായിട്ട് പോവുകയാണ്. കാസ്റ്റിൽ ഇവിടെ ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളികൾക്കും തന്നെ അറിയായിരിക്കും മടിവാളയിലെ കാസ്റ്റിൽ മന്തി ഫേമസ് ആണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവന്മാരുടെ PGയുടെ ഫ്രണ്ടിലെത്തി. ഇനി ഞങ്ങൾ അവന്മാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി അവന്മാരെ കൂട്ടിയിട്ട് ഞങ്ങൾ ബസ്സിനാണ് ഇവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മടിവാളയിലാണ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ മടിവാളയിൽ എത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാസ്റ്റിൽ. ഗൈസ്, കാണുമോന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും വന്നു. നവീലുണ്ട്, പിന്നെ മൈക്കിളുണ്ട്, നവീനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആയിട്ട് ഞങ്ങളിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഒരു 5 മിനിറ്റാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരെ ബസ് പിടിച്ചിട്ട് നമ്മൾ മടിവാളയിൽ പോയി ഇറങ്ങും. അവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ കാസിലാണോ നെഹന്തിയാണോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളാണെങ്കിൽ ബസ്സിൽ കയറി, മടിവാളത്തുള്ള ബസ്സിൽ കയറി, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ മടിവാള എത്തിയിട്ടാണ് അമ്മമാർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അമ്മമാരോട് പോകാണ്. ഗായ്സ്, ഇവിടെ ഒരു ഭയങ്കര സൗണ്ടാണ്, കേൾക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ അഗാരയിലെത്തി. ഇനി ഞങ്ങൾ അടുത്ത ബസ്സിന് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് മടിവാളയിലേക്ക് എത്താൻ. ഇപ്പം ഞങ്ങൾക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്കറിയാലോ, ഇത് സോഡ, ഇത് മരിയ ജോളി. ഇനി നമുക്ക് അവന്മാരെ പരിചയപ്പെടാം. ആദ്യമേ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നബീല്. ഇവന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര പൊക്കമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഇതാണ് നവീന്. ഇവന്മാർക്ക് എല്ലാവർക്കും വീഡിയോയിൽ വരാൻ കുറച്ച് ഷൈ ആണ്. എന്നാലും നമുക്ക് എന്നാലും നമ്മൾ വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. BTS വ്ളോഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. പ്രൊഫസർ പ്ലീസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വണ്ടി മിസ്സായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊക്കെയോ വണ്ടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ മടിവാള എത്തി. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് നോക്ക്, ഇവിടെ തൊട്ട് അവിടെ വരെ ട്രാഫിക്കാണ്. ഗൈസ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ കണ്ടുമുട്ടി. ഇവിടുന്ന് നടന്ന് നമ്മൾ ഇനി കാസിലേക്ക് പോവാണ്. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഓക്കെ, ഇവൻ പറയുന്നത് 200 മീറ്റേഴ്സ് ഉള്ളൂ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ കാസ്റ്റിലെത്തി. എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ വരാൻ കുറച്ച് താമസമുണ്ട്. കാരണം ഇവിടെ കുറച്ച് തിരക്കാണ്. മടിവാളയിൽ അത്യാവശ്യം ഫേമസ് കടയാണ് കാസ്റ്റിൽ. അപ്പം മന്തി വരാൻ ഒരു 10 മിനിറ്റ് ടൈമുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇവർ 3 പേരും മിക്ക സാറ്റർഡേയ്സും ഇവിടെ വന്ന് മന്തി കഴിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ അധികം ഇവിടെ വന്ന് കഴിക്കാറില്ല. മന്തിയെ കുറിച്ച് എന്താ അഭിപ്രായം? കുരുവിയുടെ സൗണ്ടില്ലേ, ഒരു ഇതില്ലേ, അതിട്ടാണ് ഞാനിങ്ങനെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമായിരിക്കും. എന്നാലും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് പെരിയാണ്. പിന്നെ അങ്ങനെ നമ്മുടെ എല്ലാ ഫുഡും നമുക്ക് അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാവരും അവരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പം അടുത്തതായിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് മന്തി കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത കോർമംഗല നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ നടന്ന് അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാര് ഞങ്ങളോട് നടന്ന് ഇപ്പൊ സ്ഥലം എത്തുന്നു പറഞ്ഞിട്ട് ഇന്ന വേറെ സ്ഥലം എത്തിയിട്ടില്ല. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ നടത്തത്തിന്റെ ഒടുവിൽ ഞങ്ങൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവരും ഇവിടെ കാണാൻ പറ്റും. കൂടെ നബീലുണ്ട്, പിന്നെ ഇവന്മാരുണ്ട്, നവീനുണ്ട്, മൈക്കിളുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ്. തോന്നുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ബസ് വരും. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ബെല്ലന്തൂർ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബെല്ലന്തൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ നമ്മുടെ PGയിലേക്ക്. നമ്മളാണെങ്കിൽ മന്തി
കഴിച്ചു കാസ്റ്റലിൽ നിന്ന്. അതിന് നമ്മളാണെങ്കിൽ ഇവിടെ ഗ്രീൻ ലൈൻ ലേഔട്ടിൽ നമ്മൾ നടക്കാൻ പോവുകയാണ്. അത് അവരെല്ലാം നടക്കാൻ പോയി. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗ്രീൻ ലൈൻ ലേഔട്ടിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. ഞാൻ ലൈം ജ്യൂസാണ് പറഞ്ഞത്, ഇവന്മാരെല്ലാവരും ചായ പറഞ്ഞേ. ഇല്ല, ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് ഇത് കുടിക്കുമ്പം.